ആലോചിച്ചിട്ട് തന്നെയാണ് ശ്രീദേവി ഞാൻ പറയുന്നത്. കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രീദേവിക്ക് കഴിയണം. വാസുവേട്ടൻ പറഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. വേണ്ട ശ്രീദേവി, എന്റെ വിധി ഏതായാലും ഇങ്ങനെയാണ്. എനിക്ക് വേണ്ടി നിന്റെ ജീവിതം കൂടി നശിപ്പിക്കണ്ട. പോട്ടെ. കാപ്പി. വാസുവേട്ടാ, ഇന്ന് ശ്രീദേവി പെണ്ണ് കാണാൻ ഒരാള് വന്നിരുന്നു. കണ്ടപ്പോ വലിയ സങ്കടം തോന്നി. അവളുടെ അച്ഛനാകാനുള്ള പ്രായമുണ്ട് അയാൾക്ക്. ശ്രീദേവിയെ രക്ഷിക്കാൻ ഇനിയും സമയമുണ്ട് വാസുവേട്ടാ. അമ്മ സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ രജനിമോൾ അവിടെ വളരുന്നത് ശരിയല്ല. അവൾ ഇവിടെ ജീവിക്കേണ്ടവളാണ്. നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ നാളെ ഈ സ്വത്തുക്കൾക്കൊരു അവകാശി വേണ്ടേ? ഇതൊക്കെ കണ്ടവർ കൊണ്ടുപോകുന്നതിനേക്കാൾ നിങ്ങളുടെ മകന്റെ കുട്ടി അനുഭവിക്കുന്നതല്ലേ നല്ലത്? അതൊരു പെൺകുട്ടിയാണ്. സാവിത്രിയുടെ കൂടെയാണ് ആ കുട്ടി വളരുന്നതെങ്കിൽ പ്രായമാകുമ്പോൾ വല്ല ചുമട്ടുകാരന്റെയോ കൂലിക്കാരന്റെയോ കൂടെയല്ലേ അവരതിനെ വിവാഹം കഴിപ്പിച്ചയക്കൂ. അത് നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സിനെ ബാധിക്കില്ല. ബസ് സ്റ്റാൻഡേർഡ് ബിയിലെ രജനിയെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി. എന്താ കുട്ടിയുടെ അമ്മയ്ക്ക് അസുഖം? പെട്ടെന്ന് നിന്നിപ്പി തലയുറ്റി താഴെ വീണു. ആശുപത്രി കൊണ്ടുപോയി. ഇത്തിരി കൂടുതലാ. മോളെ ഉടനെ കാണുമെന്ന് പറയുന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് ഇപ്പൊ പറയരുത്. കുട്ടിയെ അപ്സെറ്റ് ആക്കണ്ട. രജനി മോളെ, മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് മോളുടെ അമ്മ പറഞ്ഞയച്ച ആന്റിയാണിത്. കൂടെ ചെല്ലു. വാ മോളെ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയുടെ അടുത്ത് പോകണം. മോളെ, ഞാൻ നിന്റെ മുത്തശ്ശനാണ്. മോള് കരയാതെ. ഇതാ ചോക്ലേറ്റ്. മോളെ 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 മോള് ആരുടെ മോള്? രജനി മോള്. അതിന് നീ ഇങ്ങോട്ട് വന്നു? കുട്ടി എന്റെ കൂടെ അയക്കും. ഇല്ലെങ്കിലോ? എടാ, കുട്ടി ഇവിടെ വന്നോളും. അവൾ എന്റെ കൊച്ചുമോളാ. അവളെ ഞാൻ വളർത്തില്ല. ഇറങ്ങി പോടാ. അവളെ കൊണ്ട് ഞാൻ പോവും. ഓഹോ, ശങ്കര, ഗോപാല, കുട്ടമ്മ, പോയിന്നാ നിങ്ങളെല്ലാവരും പിടിച്ച് പുറത്തിറക്കി വാഴ.
അമുക്കുകളെ ഓളെല്ലാം നമ്മളെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കാർക്ക നമ്മളെ മോളകത്തുണ്ട്. വാസു, നീ ഇവിടെ നിൽക്കേ. ആ ബത്താലുകൾ ഇനി തിരിച്ചു വരും. നമ്മൾ അകത്ത് പോയിട്ട് വരാം. ഓക്കേ, ഉഷാർ. എടോ തമ്പി, അല്ല നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നീ മനുഷ്യനാണോടാ? കണ്ണും മൂക്കും കൈയും കാനും ഉള്ളത് കൊണ്ട് മാത്രം ഒരുത്തം മനുഷ്യനാവൂല. അത് മൃഗത്തിനുമുണ്ട്. മൃഗവും താനും തമ്മിലുള്ള വ്യത്യാസം. തനിക്ക് കുറെ പണമുണ്ട്, മൃഗത്തിന് അതില്ല. നീ ആരോടാ ഇവിടെ കയറി വന്നതൊക്കെ പറയാൻ? അന്റെ ബാപ്പ ഇറങ്ങി പോകാനുള്ള നമ്മൾ വന്നത്. അന്നോട് രണ്ട് പറഞ്ഞിട്ട് പോകാൻ തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് വന്നത്. ആരാടാ ഇവനെ നേരത്തെ കയറ്റിയത്? ഇവിടെ വേലക്കാരുമില്ലേ? ഉണ്ട്. അവർക്ക് വേണ്ടത് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ബാക്കിയുള്ളത് വേണമെങ്കിൽ അനക്കും തരാം. താൻ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മൂക്കിൽ വലിച്ചു കളയും അല്ലേ? എടോ, താൻ ഇവിടുത്തെ വലിയ പവറും പത്രാസുമുള്ള പ്രമാണിയാണല്ലോ. പക്ഷെങ്കിൽ തനിക്ക് ബഹരമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഒരു കൊച്ചു കുട്ടീനെ അതിന്റെ തള്ളേന്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ട് വരുമോ? ഇതെന്റെ മകന്റെ കുട്ടിയാണ്. അല്ല, ഇപ്പോഴാണ് നീ അത് ഓർത്തത് അല്ലേ? മോന്റെ കുട്ടിയിൽ നീ പറയണം. മോൻ മയ്യത്തായി കിടന്നപ്പോ വന്ന് മോന്റെ മുഖമൊന്ന് കാണാത്തവനാണ് നീ. ഇബ്ലീസ്, അന്റെ മുമ്പില് ഈ കുട്ടീനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ പെണ്ണേതാണെന്ന് എനക്ക് മനസ്സിലായ. ഈ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഓ ഇതിനകത്ത് വന്നപ്പോ അടിച്ചു വെക്കുവാനാണ് നീ. ഓളെ എനക്ക് വേണ്ട, ഓളെ കുട്ടീനെ എനക്ക് വേണം. നീ എന്താ വിചാരിച്ചിരിക്കണേ? പണക്കാരന്റെ കുട്ടീനെ പറയാൻ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടുന്ന അത് ഈ നാട്ടിൽ നടക്കൂലടാ ഹിമാറെ. അനക്ക് കുട്ടീനോട് സ്നേഹമുണ്ടായിട്ടല്ല അനക്കിനെ വേണമെന്ന് പറയണത്. അന്റെ സ്വത്തിനൊരു അവകാശമില്ല, അതിന് വേണ്ടിയാണ്. പക്ഷേ എങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, കുട്ടിക്ക് സ്വത്തും മുതലൊന്നുമല്ല വേണ്ടത്, സ്നേഹമാണ്. അതൊക്കെ പറഞ്ഞാൽ അനക്ക് മനസ്സിലാവൂലേ? നീ അതിനെയും കൊണ്ട് പോമോളെ. അല്ല, ഇത് തോക്കാണ്. ഇതിൽ ഉണ്ട ഇല്ലെങ്കിൽ നിറച്ചു വെക്ക്. വെടിവെക്കാൻ തോന്നുമ്പോ ഒരാളെ പറഞ്ഞയച്ചാ മതി. അപ്പൊ നമ്മൾ ഇവിടെ വരാം. വരട്ടെ. സലാം. ഇനിയും വരും മോളുടെ അവകാശം പറഞ്ഞ് ഒരു മുത്തച്ഛൻ. എന്റെ മോളെ ഞാൻ ആർക്കും കൊടുക്കില്ല. തമ്പി അദ്ദേഹം സ്വാധീനമുള്ളവനാണ്, പണക്കാരനാണ്. അങ്ങനെ വെറുപ്പിച്ചിട്ട് നമുക്കിവിടെ സ്വൈര്യമായി കഴിയാൻ പറ്റില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നമുക്ക് അകലെ എവിടെയെങ്കിലും പോയി താമസിക്കാം. അതാ നല്ലത്. നിന്നെ കുളിപ്പിക്കാടി മോളെ, വിഷമിക്കാതെ. ബസ്, നമ്മൾ നാളെ രാവിലെ 7:30 മണിക്കുള്ള മലബാർ എക്സ്പ്രസ്സിൽ പോകണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പഴേ ബാസു, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളു. നബീസു പേറും പിറപ്പും ഒക്കെ കൈ നിൽക്കുകയല്ലേ. നമ്മൾ അവിടെ ചെന്നാലുടനെ ഓളെ പുയ്യാപ്പിളന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. അന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണ്ടമെടുത്ത് തന്നാൽ കൊള്ളാം. അതില്ലാണ്ട് ഓളെ പുയ്യാപ്പിളന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് കുറച്ചിലാണ്. ഇക്ക നാളെ രാവിലെ പോകുന്നുള്ളൂ. അതിനുമ്പ് മലയെടുത്ത് തരാം. ആ, അത് മതി. അന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നീ ആ പണ്ടമെടുത്ത് തന്നാൽ കൊള്ളാം. അതില്ലാണ്ട് ഓളെ പുയ്യാപ്പിളന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് കുറച്ചിലാണ്. ഇക്ക നാളെ രാവിലെ പോകുന്നുള്ളൂ. അതിനുമ്പ് മലയെടുത്ത് തരാം.
അയ്യോ, നമ്മുടെ പശുവിനെ കാണുന്നില്ലല്ലോ. അമ്മാവാ, ഇക്ക നമ്മുടെ പശുവിനെ കാണുന്നില്ല. അതിപ്പോ എവിടെ പോകാനാ? വാസു പുറത്തെങ്ങാനും അയച്ചു കെട്ടിക്കാണും. നമ്മുടെ പശു എവിടെ പോയി? അതിനെ കണ്ടില്ല. വാസു, കായില്ലാന്ന് വെച്ച് നീ പശുവിനെ വിൽക്കണ്ടായിരുന്നു മോനെ. ഇക്ക പുറപ്പെട്ടോളൂ.